ചേലക്കര ഏറ്റവും ഒടുവിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. പാലക്കാടിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കര മണ്ഡലത്തിൽ ചേൽ ആർക്കാണ് എന്നാണ് ഇനി പരിശോധിക്കുന്നത്. സിറ്റിംഗ് എംഎൽഎ UR പ്രദീപ് LDFന്റെ സ്ഥാനാർത്ഥിയായി, ശിവൻ വീട്ടിക്കുന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട്, NDAയുടെ സ്ഥാനാർത്ഥിയായി K ബാലകൃഷ്ണനും മത്സരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചേലക്കര നമ്മൾ കണ്ണൂരിലേക്ക് മണ്ഡലങ്ങൾ പറയുന്നത് പോലെ LDFന്റെ ഉറപ്പുള്ള ഒരു മണ്ഡലമാണ്. വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിലും കുലുങ്കാത്ത മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ LDFന് ജയിക്കാൻ കഴിഞ്ഞ മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഒരേ ഒരു മണ്ഡലം, ഏക മണ്ഡലം ചേലക്കര. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് LDF ജയിച്ച ഏക മണ്ഡലമാണ് ചേലക്കര എന്നത് കൂടി കണക്കിലെടുക്കുമ്പോൾ UR പ്രദീപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ MLA സ്ഥാനത്തിന്റെ ഒരു ഹണിമൂൺ പീരീഡ് ജസ്റ്റ് കഴിയുന്നതേ ഉള്ളൂ എന്നത് കൂടി പരിഗണിച്ച് നമുക്ക് നോക്കാം സ്കോർ എങ്ങനെയാണ്. ചേലക്കരയിൽ UR പ്രദീപ് വീഴാനുള്ള സാധ്യത ഉണ്ടോ? വരട്ടെ. ഇല്ല, സേഫ് ആണ്. 51%, 30.54 മാത്രമേ ഉള്ളൂ UDF. അതായത് 20.46 വലിയ ലീഡ് ചേലക്കരയിൽ. കഴിഞ്ഞ തവണ K രാധാകൃഷ്ണന് കിട്ടിയ അത്രയും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും അതിനോടടുപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പിനേക്കാളും മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിന് ചേലക്കരയിൽ LDF ജയിക്കും. സ്വാഭാവികമായിട്ടും അവിടെ ലീഗാണ് ഇത്തവണ മത്സരിക്കുന്നത്, കോൺഗ്രസ് അല്ല അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു LDFന് വലിയ മുൻതൂക്കമുണ്ട്. ഒരു മത്സരം രമ്യ ഹരിദാസ് അവിടെ മത്സരം കൊടുത്തപ്പോൾ ഒരു മത്സരം കൊടുക്കാൻ സാധിക്കുന്നില്ല. BJP അവരുടെ വോട്ട് ഇടതുപക്ഷത്തിന് ഉറച്ച സീറ്റുകളിൽ ഒന്നാവാൻ ചേലക്കരയുടെ കാരണം BJP അവിടെ വർധനമുണ്ടാക്കിയതാണ്. അവരുടെ വോട്ട് അത് UDFന് കാലാകാലങ്ങളിൽ പോൾ ചെയ്തുകൊണ്ടിരുന്ന തിരുവില്ലാമല പഞ്ചായത്ത് പോലുള്ള, നമുക്കറിയാം കർണാടകയിലെ കുടിയേറ്റ ധാരാളം തിരുവില്ലാമല പ്രദേശത്ത് കൈത്തറിയുമായി ബന്ധപ്പെട്ട ആ വോട്ടുകൾ പരമ്പരാഗത കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടായി. BJPയുടെ വോട്ട് വർധനവും അവിടെ LDFന്റെ സാധ്യതകൾ കൂട്ടി. അതാണ് വലിയ മാർജിനിൽ അവിടെ. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും K രാധാകൃഷ്ണനും UR പ്രദീപും ചേലക്കരക്കാരുടെ ഒരു വളരെ സ്നേഹം നിറഞ്ഞ രണ്ട് ഏട്ടന്മാരാണ്, ഒരു വികാരമാണ്. അതുകൊണ്ട് ചേലക്കരയിൽ ചേൽ LDFന് തന്നെയാണ്. അവിടെ അത്ഭുതത്തിന് വകയൊന്നുമില്ല.